ഹലോ, ചൂടിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി മാത്രം ഒരു മുന്നാർ യാത്ര പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ആ ഒരു ചൂട് ആ ക്ലൈമറ്റ് ഇപ്പോൾ മുന്നാറും അതുപോലെ ഇവിടെ നമ്മുടെ നാടും ഒരുപോലെ ആയിരിക്കുകയാണ്. കാരണം നാട്ടിലെ അതേ ചൂട് തന്നെയാണ് മുന്നാറിലുള്ളത്. മുൻപൊക്കെ ചൂട് എന്ന് പറയുന്നത് അവിടെ മൈനസിലും അതുപോലെ ഈ ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നത് ഇപ്പം അതേ ക്ലൈമറ്റ് മാറി ഏകദേശം നമ്മുടെ ആ ഒരു രാത്രിയിലുള്ള ഒരു 25-26 ആ ഒരു ക്ലൈമറ്റിലേക്കാണ് ഇപ്പോൾ മുന്നാറുള്ളത്. തണുപ്പ് അവിടെ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. മുൻപ് ഈ ചാനലിൽ തന്നെ ഇട്ട മുന്നാറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്നുള്ള ധാരണയിൽ ഇതിനൊരു വോയിസ് ഓവർ എന്തായാലും ഞാൻ കൊടുക്കുന്നില്ല. കാരണം മാട്ടുപ്പെട്ടി ഡാമിനെ പറ്റി കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഒരുവിധം എല്ലാവർക്കും നമുക്ക് അറിയുന്ന ആ ഒരു കാഴ്ച തന്നെയാണ്. ഇനിയും പലതും കാണാനുണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ നമ്മുടെ ടീം എല്ലാവരും വരിവരിയായും നിരനിരയായും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു പോലെ നീ വിരിഞ്ഞു ഉള്ളിൽ ഒളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി. ആ പാട്ടിൽ കേട്ടതുപോലെ കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി എന്നുള്ള ആ ഒരു പാട്ട് പോലെ തന്നെയായിരുന്നു നമ്മളുടെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ വീഡിയോ എടുക്കുന്നത്, ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ ആ ഒരു കളറും ആ ഒരു ശരിക്കും ഒരു പിക്ചറൈസേഷൻ നമ്മൾ പെയിൻറ് കൊണ്ട് ചെയ്തതുപോലെയായിരുന്നു. ആ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഈ ഒരു കാഴ്ച, അതെ, അത്രയും മനോഹരമായിട്ട് പ്രകൃതി വരച്ചൊരു പെയിൻറ്റിങ് തന്നെയായിരുന്നു അത്. അടുത്തത് കാന്തല്ലൂരുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു കൃഷിയിടത്തിലേക്കായിരുന്നു യാത്ര. നിറയെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൊരു ആവേശത്തിലായിരുന്നു നമ്മളെല്ലാവരും. പക്ഷേ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ആപ്പിളിൻ്റെ സീസൺ അല്ലാന്നും, ആപ്പിളിൻ്റെ സീസൺ വരുന്നത് ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്താണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വല്ലതും എന്തെങ്കിലും ഒന്നൊക്കെ ഉണ്ടാവുമല്ലോ എന്നുള്ള ഒരു ധാരണയിലായിരുന്നു നമ്മൾ ഈ ഒരു തോട്ടം കാണാൻ നമ്മൾ പാസ് കൊടുത്തിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പാസ് എന്ന് പറയുന്നത് അധികം കാശൊന്നും ഉണ്ടായിരുന്നില്ല, പെർ ഹെഡ് 20 രൂപയായിരുന്നു. പക്ഷേ അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ യാത്ര നമുക്ക് അത്രയും ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു. റോഡിൻ്റെ ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ് നല്ലൊരു ഭംഗിയുള്ളൊരു യാത്രയായിരുന്നു ആ കാന്തല്ലൂരിലേക്കുള്ള യാത്ര. ഡെസ്റ്റിനേഷൻ പോയിന്റ് കൊള്ളില്ലെങ്കിലും യാത്ര നന്നായിരുന്നു. അങ്ങനെ കാന്തല്ലൂരിലെ ആപ്പിൾത്തോട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു ചായ കുടിക്കാൻ പറ്റി. കീഴാന്തൂര് തിരിച്ചു വരുന്ന വഴി കീഴാന്തൂര് നല്ലൊരു പുല്ലുമേഞ്ഞ ഒരു ചായക്കട കണ്ടതും വണ്ടി അവിടെ തന്നെ നിർത്തി നമ്മൾ അവിടെ എല്ലാവരും കൂടി ചായ കുടിക്കാൻ കയറി. ചായയും അതുപോലെ കട പോലെ തന്നെ ചായയും അത്രയും നല്ലൊരു ചായ തന്നെയായിരുന്നു. ബോട്ടാണിക്കൽ ഗാർഡൻ ആണിത്. ബോട്ടാണിക്കൽ ഗാർഡൻ 2 വർഷം മുമ്പ് ഇതിൻ്റെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടനാണിത്. അതും കൂടി കണ്ടതിന് ശേഷം രാത്രിയോടെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു.
के अलावा किसी से भी ना हमने इजाजत ली है। ये भी इश्क का किसी किसी को आता है, जान लगा के दुश्मन की हमने हिफाजत की है। बात करते हैं हजारों, है तजुर्बा हमें यारों। बात करते हैं हजारों, है तजुर्बा हमें यारों। ऐसी है बांध लूं मुझ पे मैं जो पठान मेरी जान महफिल ही लुट जाए, दिल में जो जुबान मेरी जान उस पे मर मिट जाए। मैं जो पठान मेरी जान महफिल ही लुट जाए, जो जुबान मेरी जान उस पे मर मिट जाए। मुकाबला कैसे हम करते हैं यार, अब की बात तरीका हम बताएंगे। हम बताएंगे कैसे दुश्मन पे हम मरते हैं यार, अब की बार तरीका हम बताएंगे। तरीका हम बताएंगे यार, करके जो इशारा दिल में देखो दोबारा यार कर दे जो इशारा। दिल में देखो दोबारा, प्यार का नशा ऐसा है कि यूं दुश्मन गले लग जाए। ഒരുപാട് പാട്ടുകൾ കൊണ്ടുള്ള ഒരു മേളം തന്നെയായിരുന്നു ശരിക്കും ഈ മ്യൂസിക് ഫൗണ്ടൈൻ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ്